11/3/26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഓർമ്മയുടെ യാത്രയിൽ റേസ് ചെയ്യൂ. അപ്പോൾ പുണ്യ ആത്മാവായി മാറും. സ്വർഗത്തിൻ്റെ ചക്രവർത്തി പദം ലഭിക്കും. ചോദ്യം: ബ്രാഹ്മണ ജീവിതത്തിൽ അതീന്ദ്രിയ സുഖത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്നില്ല എങ്കിൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഉത്തരം: തീർച്ചയായും സൂക്ഷ്മത്തിലെങ്കിലും ഏതെങ്കിലും പാപം ഉണ്ടാകുന്നു. ദേഹാഭിമാനത്തിൽ ഇരിക്കുന്നതിലൂടെയാണ് പാപമുണ്ടാകുന്നത്. അത് കാരണം ആ സുഖത്തിൻ്റെ അനുഭൂതി ചെയ്യുവാൻ സാധിക്കുന്നില്ല. സ്വയം ഗോപികമാരാണ് എന്ന് മനസ്സിലാക്കിയിട്ടും അതീന്ദ്രിയ സുഖത്തിൻ്റെ അനുഭവം വരുന്നില്ല എങ്കിൽ തീർച്ചയായും ഏതെങ്കിലും തെറ്റ് സംഭവിക്കുന്നുണ്ട്. അതിനാൽ ബാബയോട് സത്യം പറഞ്ഞ് ശ്രീമത് എടുത്തുകൊണ്ടിരിക്കൂ. ഓം ശാന്തി. നിരാകാരനായ ഭഗവാൻ വാച. ഇപ്പോൾ നിരാകാരനായ ഭഗവാൻ എന്ന് പറയുന്നത് ശിവനെയാണ്. ആ ഒന്നിന് ഭക്തി മാർഗത്തിൽ എത്ര നാമങ്ങൾ വച്ചിരിക്കുന്നു? അനേകം നാമങ്ങളുണ്ട്. അതിനാലാണ് വിസ്താരമുള്ളത്. ബാബ സ്വയം വന്ന് പറഞ്ഞു തരുന്നു, ഹേ കുട്ടികളെ, ശിവപിതാവായ എന്നെ നിങ്ങൾ ഹേ പതീത പാവന എന്ന് ഓർമ്മിച്ചു വന്നു. നാമം തീർച്ചയായും ഒന്ന് തന്നെയായിരിക്കും. വളരെയധികം നാമങ്ങൾ ഉണ്ടാവുക സാധ്യമല്ല. ശിവായ നമ എന്ന് പറയുന്നു. അപ്പോൾ ശിവൻ എന്നത് ഏക നാമമായി, രചയിതാവും ഒന്നായി. വളരെ പേർ നാമം കാരണം കുഴങ്ങിപ്പോകുന്നു. നിങ്ങളുടെ നാമം പുഷ്പ എന്നാണെന്നിരിക്കട്ടെ. അതിന് പകരം നിങ്ങളെ ഷീല എന്ന് വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുമോ? ഇല്ല. മറ്റാരെയോ വിളിക്കുകയാണ് എന്ന് മനസ്സിലാക്കും. ഇതും ഇങ്ങനെയുള്ള കാര്യമായി. ആ ഒന്നിൻ്റെ നാമം ഒന്നാണ്. പക്ഷേ ഭക്തിമാർഗം ആയത് കാരണം, വളരെയധികം ക്ഷേത്രങ്ങൾ നിർമ്മിച്ചത് കാരണം പല പ്രകാരത്തിലുള്ള നാമങ്ങൾ വെച്ചിരിക്കുന്നു. ഇല്ലെങ്കിൽ നാമം ഓരോരുത്തർക്കും ഒന്നേ ഉണ്ടാവുകയുള്ളൂ. ഗംഗാ നദിയെ യമുന നദി എന്ന് പറയില്ല. ഏതൊരു വസ്തുവിൻ്റെയും ഒരു നാമം പ്രസിദ്ധമായിരിക്കും. ഈ ശിവൻ എന്ന നാമവും പ്രസിദ്ധമാണ്. ശിവായ നമ എന്ന് പാടപ്പെട്ടിട്ടുണ്ട്. ബ്രഹ്മദേവതായ നമ, വിഷ്ണു ദേവതായ നമ, പിന്നെ ശിവ പരമാത്മായ നമ എന്ന് പറയുന്നു. കാരണം ആ ഒന്ന് ഉയർന്നതിലും ഉയർന്നതാണ്. ഉയർന്നതിലും ഉയർന്നത് എന്ന് നിരാകാരനെയാണ് പറയുന്നത് എന്നത് മനുഷ്യരുടെ ബുദ്ധിയിലുണ്ട്. ആ ഒന്നിൻ്റെ നാമം ഒന്ന് തന്നെയാണ്. ബ്രഹ്മാവിനെ ബ്രഹ്മാവെന്നും വിഷ്ണുവിനെ വിഷ്ണുവെന്നും തന്നെ പറയും. വളരെയധികം നാമങ്ങൾ വയ്ക്കുന്നതിലൂടെ കുഴങ്ങിപ്പോകും. റെസ്പോൺസും ലഭിക്കുന്നില്ല. ആ ഒന്നിൻ്റെ രൂപത്തെയും അറിയുന്നില്ല. ബാബ കുട്ടികളോട് തന്നെയാണ് വന്ന് സംസാരിക്കുന്നത്. ശിവായ നമ എന്ന് പറയുന്നു. അപ്പോൾ ഒരു നാമം ശരിയാണ്. ശിവശങ്കർ എന്ന് പറയുന്നത് തെറ്റായി പോകുന്നു. ശിവനും ശങ്കറും വ്യത്യസ്ത നാമങ്ങളാണ്. ലക്ഷ്മി നാരായണൻ എന്ന നാമം വ്യത്യസ്തമായതുപോലെ അവിടെ നാരായണനെ ലക്ഷ്മി നാരായണൻ എന്ന് പറയില്ല. ഈ കാലത്താണെങ്കിൽ തനിക്ക് രണ്ട് നാമങ്ങൾ വയ്ക്കാറുണ്ട്. ദേവതമാർക്ക് ഇങ്ങനെ ഡബിൾ നാമങ്ങൾ ഉണ്ടായിരുന്നില്ല. രാധയുടേത് വേറെ, കൃഷ്ണൻ്റേത് വേറെ. ഇവിടെയാണെങ്കിൽ ഒരാളുടെ തന്നെ പേര് രാധാകൃഷ്ണനെന്നും ലക്ഷ്മി നാരായണനെന്നും വയ്ക്കുന്നു. ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു, ക്രിയേറ്റർ ഒന്ന് തന്നെയാണ്. ആ ഒന്നിൻ്റെ നാമവും ഒന്നാണ്. ആ ഒന്നിനെ തന്നെ അറിയേണ്ടതുണ്ട്. ആത്മാവ് ഒരു സ്റ്റാർ പോലെയാണ്. ഭൃഗുടിയുടെ മധ്യത്ത് തിളങ്ങുന്ന നക്ഷത്രം എന്ന് പറയുന്നു. പിന്നെ പറയുന്നു ആത്മാവ് തന്നെ പരമാത്മാവ്. അപ്പോൾ പരമാത്മാവും സ്റ്റാർ ആയല്ലോ. ആത്മാവ് ചെറുതോ വലുതോ ഒന്നും ആകുന്നില്ല. കാര്യങ്ങൾ വളരെ സഹജമാണ്. ബാബ പറയുന്നു, നിങ്ങൾ ഹേ പതീത പാവന വരൂ എന്ന് വിളിക്കുമായിരുന്നു. എന്നാൽ ആ ഒന്ന് എങ്ങനെയാണ് പാവനമാക്കുന്നത്? ഇതാർക്കും അറിയില്ല. ഗംഗയെ പതീത പാവനിയായി മനസ്സിലാക്കുന്നു. പതീത പാവനൻ ഒരേ ഒരു ബാബയാണ്. ബാബ പറയുന്നു, ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ടായിരുന്നു, മന്മനാഭവ,
എന്നെ മാത്രം ഓർമ്മിക്കൂ. കേവലം നാമം മാറ്റിയിരിക്കുന്നു. കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്, ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ സമ്പത്ത് എന്നത് അണ്ടർസ്റ്റുഡാണ്. മന്മനാഭവ എന്ന് പറയേണ്ട കാര്യം പോലുമില്ല. എന്നാൽ തീർത്തും ബാബയെയും സമ്പത്തിനെയും മറന്നുപോയി. അതിനാലാണ് പറയുന്നത്, പിതാവായ എന്നെയും സമ്പത്തിനെയും ഓർമ്മിക്കൂ എന്ന്. ബാബ സ്വർഗത്തിൻ്റെ രചയിതാവാണ്. അപ്പോൾ തീർച്ചയായും ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ നമുക്ക് സ്വർഗത്തിൻ്റെ ചക്രവർത്തി പദവി ലഭിക്കും. ആൺകുട്ടി ജനിച്ചു എങ്കിൽ അവകാശി വന്നു എന്ന് പിതാവ് പറയും. പെൺകുട്ടിയെക്കുറിച്ച് ഇങ്ങനെ പറയില്ല. ആത്മാക്കളായ നിങ്ങളെല്ലാവരും കുട്ടികളാണ്. ആത്മാവ് ഒരു സ്റ്റാറാണ് എന്ന് പറയുന്നു. പിന്നെ അങ്കുഷ്ടം, അതായത് പെരുവിരൽ പോലെ എങ്ങനെയാകുവാൻ സാധിക്കും? ആത്മാവ് ഇത്രയും സൂക്ഷ്മ വസ്തുവാണ്. ഈ കണ്ണുകൾ കൊണ്ട് കാണപ്പെടുന്നില്ല. അതിനെ ദിവ്യ ദൃഷ്ടിയിലൂടെ കാണുവാൻ സാധിക്കും. കാരണം അവ്യക്ത വസ്തുവാണ്. ദിവ്യ ദൃഷ്ടിയിൽ ചൈതന്യം കാണപ്പെട്ടു, പിന്നെ മറഞ്ഞു. ഒന്നും ലഭിച്ചില്ല, കേവലം സന്തോഷിക്കുന്നു. ഇതിനെ ഭക്തിമാർഗത്തിൻ്റെ അല്പസുഖം എന്ന് പറയും. ഇതാണ് ഭക്തിയുടെ ഫലം. ആരാണോ വളരെയധികം ഭക്തി ചെയ്തത് അവർക്ക് ഓട്ടോമാറ്റിക്കലി നിയമമനുസരിച്ച് ഈ ജ്ഞാനത്തിലൂടെ ഫലം ലഭിക്കേണ്ടതുണ്ട്. ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും ഒരുമിച്ച് കാണിക്കുന്നു. ബ്രഹ്മാവ് തന്നെയാണ് വിഷ്ണു. ഭക്തിയുടെ ഫലം വിഷ്ണുവിൻ്റെ രൂപത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. രാജപദത്തിൻ്റേത്. വിഷ്ണുവിൻ്റെയും കൃഷ്ണൻ്റെയും സാക്ഷാത്കാരം വളരെയധികം കണ്ടിട്ടുണ്ടാകും. എന്നാൽ പല പല നാമരൂപങ്ങളിൽ ഭക്തി ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. സാക്ഷാത്കാരത്തെ യോഗമെന്നോ ജ്ഞാനമെന്നോ പറയില്ല. നൗദ ഭക്തിയിലൂടെ, അതായത് 9 തരത്തിലുള്ള ഭക്തിയിലൂടെ സാക്ഷാത്കാരമുണ്ടായി. ഇപ്പോൾ സാക്ഷാത്കാരം ഉണ്ടായില്ലെങ്കിൽ പോലും കുഴപ്പമില്ല. എയിം ഒബ്ജക്റ്റ് തന്നെ മനുഷ്യനിൽ നിന്നും ദേവതയാകുന്നതിൻ്റെതാണ്. നിങ്ങൾ ദേവി ദേവതാ ധർമ്മത്തിലേതാകുന്നു. ബാക്കി പുരുഷാർത്ഥം ചെയ്യിക്കുന്നതിനായി ബാബ കേവലം പറയുന്നു, മറ്റു കൂട്ടുകെട്ട് ബുദ്ധിയുടെ യോഗം മാറ്റൂ. ദേഹത്തിൽ നിന്നുപോലും മാറ്റി ബാബയെ ഓർമ്മിക്കൂ. പ്രിയതമയും പ്രിയതമനും ജോലിയും ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഹൃദയം പ്രണയിക്കുന്ന ആളുമായി ചേർന്നിരിക്കും. ബാബയും പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ. എന്നിട്ടും ബുദ്ധി മറ്റു ഭാഗങ്ങളിലേക്ക് ഓടിപ്പോകുന്നു. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമുക്ക് ഇറങ്ങുവാൻ ഒരു കൽപ്പം എടുത്തു. സത്യയുഗം മുതൽ പടികൾ ഇറങ്ങുന്നു. അല്പ അല്പം കലർപ്പ് ചേർന്നുകൊണ്ടിരിക്കുന്നു. സതോയിൽ നിന്നും തമോ ആയി മാറുന്നു. പിന്നെ ഇപ്പോൾ തമോയിൽ നിന്നും സതോ ആകുന്നതിനായി ബാബ ജമ്പ് ചെയ്യിക്കുകയാണ്. സെക്കൻഡിൽ തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനം. അതിനാൽ മധുരമധുരമായ കുട്ടികൾക്ക് പുരുഷാർത്ഥം ചെയ്യേണ്ടി വരും. ബാബയാണെങ്കിൽ ശിക്ഷണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. നല്ല നല്ല സെൻസിബിളായ കുട്ടികൾ തീർച്ചയായും വളരെ ഡിഫിക്കൽട്ടാണ് എന്ന് സ്വയം അനുഭവിക്കുന്നുണ്ട്. ചിലർ പറയുന്നു, ചിലർ തീർത്തും പറയുന്നില്ല. തൻ്റെ അവസ്ഥയെക്കുറിച്ച് പറയേണ്ടതാണ്. ബാബയെ ഓർമ്മിക്കുന്നതേ ഇല്ലെങ്കിൽ സമ്പത്ത് എങ്ങനെ ലഭിക്കും? നിയമമനുസരിച്ച് ഓർമ്മിക്കുന്നില്ല. നമ്മൾ ശിവബാബയുടേത് തന്നെയാണല്ലോ എന്ന് മനസ്സിലാക്കുന്നു. ഓർമ്മിക്കാത്തത് കാരണം വീണു പോകുന്നു. ബാബയെ നിരന്തരം ഓർമ്മിക്കുന്നതിലൂടെ മാലിന്യം മാറുന്നു. അറ്റൻഷൻ നൽകേണ്ടി വരും. ശരീരം ഉള്ളതുവരെയും പുരുഷാർത്ഥം നടന്നുകൊണ്ടിരിക്കും. ഓർമ്മ അടിക്കടി മറന്നു പോകുന്നു എന്ന് ബുദ്ധിയും പറയുന്നു. ഈ യോഗബലത്തിലൂടെ നിങ്ങൾ ചക്രവർത്തി പദം നേടുന്നു. എല്ലാവർക്കും ഒന്നുപോലെ ഓടുവാൻ സാധിക്കില്ല. നിയമം പറയുന്നില്ല. റേസിൽ പോലും ഒരല്പം വ്യത്യാസം ഉണ്ടാകുന്നു. നമ്പർ 1 പിന്നെ പ്ലസിൽ വരുന്നു. ഇവിടെയും കുട്ടികളുടെ റേസാണ്. മുഖ്യമായ കാര്യമാണ് ഓർമ്മയുടേത്. നമ്മൾ പാപാത്മാവിൽ നിന്നും പുണ്യ ആത്മാവാകുന്നു എന്നത് മനസ്സിലാക്കുന്നുണ്ട്. ബാബ ഡയറക്ഷൻ നൽകിയിരിക്കുന്നു. ഇപ്പോൾ പാപം ചെയ്യുന്നതിലൂടെ അത് 100 മടങ്ങായി പോകും.
വളരെ പേർ പാപം ചെയ്യുന്നു പറയുന്നില്ല, പിന്നെ വർധനവുണ്ടായിക്കൊണ്ടിരിക്കുന്നു. പിന്നീട് അന്തിമത്തിൽ ഫെയിലായി പോകുന്നു. കേൾപ്പിക്കുന്നതിൽ ലജ്ജ തോന്നുന്നു. സത്യം പറയാത്തതിലൂടെ സ്വയം തന്നെ ചതിക്കുകയാണ്. ചിലർക്ക് ഭയമുണ്ടായിരിക്കും, ബാബ നമ്മുടെ ഈ കാര്യം കേൾക്കുകയാണെങ്കിൽ എന്തു പറയും? ചിലരാണെങ്കിൽ ചെറിയ തെറ്റുപോലും കേൾപ്പിക്കുവാനായി വരുന്നു. എന്നാൽ ബാബ അവരോട് പറയുന്നു, വലിയ വലിയ തെറ്റുകൾ വളരെ നല്ല നല്ല കുട്ടികൾ ചെയ്യുന്നു. നല്ല നല്ല മഹാരഥികളെ പോലും മായ വിടുന്നില്ല. മായ ഗുസ്തിക്കാരെ തന്നെയാണ് ചുറ്റിക്കുന്നത്. ഇതിൽ ധീരൻ ആകേണ്ടി വരും. അസത്യം നടക്കുകയില്ല. സത്യം പറയുന്നതിലൂടെ ഭാരരഹിതമാകും. ബാബ എത്ര മനസ്സിലാക്കിച്ചു തരുന്നു, എന്നിട്ടും കുറച്ചൊക്കെ നടന്നുകൊണ്ട് തന്നെയിരിക്കുന്നു. അനേകം പ്രകാരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നു. ബാബയിൽ നിന്നും രാജ്യം നേടണം എന്നിരിക്കെ ബാബ പറയുകയാണ്, ബുദ്ധിയെ മറ്റു ഭാഗങ്ങളിൽ നിന്നും മാറ്റൂ. കുട്ടികളായ നിങ്ങൾക്ക് ഇപ്പോൾ ജ്ഞാനം ലഭിച്ചിരിക്കുന്നു. 5000 വർഷം മുമ്പ് ഭാരതം സ്വർഗമായിരുന്നു. നിങ്ങൾ തൻ്റെ ജന്മങ്ങളെക്കുറിച്ചും അറിഞ്ഞു കഴിഞ്ഞു. ചിലരുടേത് തലകീഴായ ജന്മമായിരിക്കും. അതിനെ ഡിഫക്റ്റഡ് എന്ന് പറയുന്നു. തൻ്റെ കർമ്മങ്ങൾ അനുസരിച്ച് തന്നെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ബാക്കി മനുഷ്യൻ തന്നെയായിരിക്കും. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഒന്നാമതായി പവിത്രമായിരിക്കണം. രണ്ടാമതായി അസത്യമോ പാപമോ ഒന്നും ചെയ്യുവാൻ പാടില്ല. ഇല്ലെങ്കിൽ വളരെയധികം നഷ്ടമുണ്ടാകും. നോക്കൂ, ഒരാളിൽ നിന്നും അല്പം തെറ്റുണ്ടായി ബാബയുടെ അടുക്കൽ വന്നു, ബാബ മാപ്പ് തരണം, ഇങ്ങനെയുള്ള കാര്യം വീണ്ടും ഒരിക്കലും ചെയ്യുകയില്ല. ബാബ പറഞ്ഞു, ഇങ്ങനെയുള്ള തെറ്റുകൾ വളരെ പേരിൽ നിന്നും ഉണ്ടാകുന്നു. നിങ്ങൾ സത്യം പറയുന്നു, പലരും കേൾപ്പിക്കുന്നത് പോലുമില്ല. ചില ഫസ്റ്റ് ക്ലാസ് പുത്രിമാരുണ്ട്, ഒരിക്കലും എവിടെയും ബുദ്ധി പോകുന്നില്ല. ബോംബെയിലെ നിർമ്മല ഡോക്ടറിനെ പോലെ നമ്പർ 1 തീർത്തും സ്വച്ഛ ഹൃദയമാണ്. ഒരിക്കലും ഹൃദയത്തിൽ തലകീഴായ ചിന്തകൾ വരികയില്ല. അതിനാൽ ഹൃദയത്തിൽ കയറിയിരിക്കുന്നു. അതേപോലെ മറ്റു പുത്രിമാരും ഉണ്ട്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, കേവലം സത്യമായ ഹൃദയത്തോടെ ബാബയെ ഓർമ്മിക്കൂ. കർമ്മം ചെയ്യുക തന്നെ വേണം. ബുദ്ധിയോഗം ബാബയിൽ ചേർന്നിരിക്കട്ടെ. കൈകൾ കാര്യങ്ങളുടെ നേർക്കും, ഹൃദയം ഓർമ്മയുടെ നേർക്കും. ആ അവസ്ഥ പിന്നീടുള്ളതാണ്. അതീന്ദ്രിയ സുഖത്തെക്കുറിച്ച് ഗോപികമാരോട് ചോദിക്കൂ. അവരാണ് ഈ അവസ്ഥ നേടുന്നത് എന്ന് അതിനെക്കുറിച്ച് തന്നെയാണ് പാടുന്നത്. ആരാണോ പാപകർമ്മം ചെയ്യുന്നത് അവർക്ക് ഈ അവസ്ഥ ഉണ്ടാവുകയില്ല. ബാബ നല്ല രീതിയിൽ അറിയുന്നുണ്ട്. അതിനാലാണ് ഭക്തിമാർഗത്തിലും നല്ലതും മോശവുമായ കർമ്മത്തിന് ഫലം ലഭിക്കുന്നു. നൽകുന്നവൻ ബാബയാണല്ലോ. ആരെയെങ്കിലും ദുഃഖിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും ദുഃഖം അനുഭവിക്കും. എങ്ങനെയുള്ള കർമ്മം ചെയ്തോ അത് അനുഭവിക്കേണ്ടി തന്നെ വരും. ഇവിടെയാണെങ്കിൽ ബാബ സ്വയം ഹാജരാണ്, മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. എങ്കിലും ഗവൺമെൻറ്റാണ്. ധർമ്മരാജൻ എൻ്റെ കൂടെ ആയല്ലോ. ഈ സമയത്ത് എന്നിൽ നിന്നും യാതൊന്നും ഒളിപ്പിക്കാതിരിക്കൂ. ബാബ അറിയുന്നുണ്ട്. നമ്മൾ ശിവ് ബാബയോട് ഹൃദയത്തിൻ്റെ ഉള്ളിൽ മാപ്പ് ചോദിക്കുകയാണ്. ഇങ്ങനെ പാടില്ല. മാപ്പൊന്നും ഉണ്ടാവുകയില്ല. ആരുടെയും പാപം ഒരിക്കലും മറഞ്ഞിരിക്കുകയില്ല. പാപം ചെയ്യുന്നതിലൂടെ ദിനം പ്രതിദിനം പാപാത്മാവായിക്കൊണ്ടിരിക്കുന്നു. ഭാഗ്യത്തിലില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ തന്നെ നടക്കുന്നു. രജിസ്റ്റർ മോശമാകുന്നു. ഒരു തവണ അസത്യം പറയുന്നു, സത്യം പറയുന്നില്ല എങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്നു. അസത്യം ഒരിക്കലും ഒളിപ്പിക്കുവാൻ സാധിക്കില്ല. ബാബ പിന്നെയും കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. കക്ക മോഷ്ടിച്ചാലും കള്ളൻ, ലക്ഷം മോഷ്ടിച്ചാലും കള്ളൻ എന്ന് പറയുന്നു. അതിനാൽ നമ്മളിൽ നിന്നും ഇന്ന ദോഷമുണ്ടായി എന്ന് പറയേണ്ടതാണല്ലോ. തെറ്റ് സംഭവിച്ചു പോയി എന്ന് ബാബ ചോദിക്കുമ്പോൾ പറയുന്നു. സ്വയമേ എന്തുകൊണ്ട് പറയുന്നില്ല? ബാബയ്ക്കറിയാം ധാരാളം കുട്ടികൾ ഒളിപ്പിക്കുന്നു.
ബാബയെ കേൾപ്പിക്കുന്നതിലൂടെ ശ്രീമത് ലഭിക്കും. എവിടെ നിന്നെങ്കിലും കത്ത് വരുന്നുവെങ്കിൽ എന്ത് ഉത്തരം നൽകണം എന്ന് ചോദിക്കൂ. കേൾപ്പിക്കുന്നതിലൂടെ ശ്രീമത് ലഭിക്കും. വളരെ പേരിൽ ഏതെങ്കിലും മോശമായ ശീലമുണ്ട്. അപ്പോൾ അത് ഒളിപ്പിക്കുന്നു. ചിലർക്ക് ലൗകിക വീട്ടിൽ നിന്നും ലഭിക്കുന്നു. ബാബ പറയുന്നു, ധരിച്ചുകൊള്ളൂ, പിന്നെ റെസ്പോൺസിബിൾ ബാബയായി. അവസ്ഥ കണ്ട് ചിലരോട് പറയും, യജ്ഞത്തിൽ അയച്ചു തരൂ. നിങ്ങൾക്ക് പകരമൊന്ന് തരുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ അവരുടെ ഓർമ്മ നിലനിൽക്കും. ബാബ വളരെയധികം ജാഗ്രത ചെയ്യുന്നു. മാർഗം വളരെ ഉയർന്നതാണ്. ഓരോ ചുവടിലും സർജന്റെ നിർദ്ദേശമെടുക്കണം. ബാബ ശിക്ഷണം തന്നെ നൽകും. ഇങ്ങനെയെല്ലാം കത്തെഴുതൂ, എങ്കിൽ അമ്പ് തറയ്ക്കും. പക്ഷേ വളരെ പേരിൽ ദേഹാഭിമാനമുണ്ട്. ശ്രീമത്ത് അനുസരിച്ച് നടക്കാത്തതിലൂടെ തൻ്റെ കണക്ക് മോശമാക്കുന്നു. ശ്രീമത്ത് അനുസരിച്ച് നടക്കുന്നതിലൂടെ ഓരോ സാഹചര്യത്തിലും നേട്ടമാണ്. വഴി എത്ര സഹജമാണ്. കേവലം ഓർമ്മിക്കുന്നതിലൂടെ നിങ്ങൾ വിശ്വത്തിൻ്റെ അധികാരിയാകുന്നു. വൃദ്ധർക്ക് വേണ്ടി പറയുന്നു, കേവലം ബാബയെയും സമ്പത്തിനെയും ഓർമ്മിക്കൂ. പ്രജകളെ തയ്യാറാക്കുന്നില്ല എങ്കിൽ രാജാവും റാണിയും ആകുവാൻ സാധിക്കില്ല. എന്നിട്ടും ആരാണോ ഒളിപ്പിക്കുന്നത് അവരെക്കാൾ ഉയർന്ന പദവി നേടാൻ സാധിക്കില്ല. ബാബയുടെ കടമയാണ് മനസ്സിലാക്കിച്ചു തരിക. നമുക്ക് അറിയില്ലായിരുന്നു എന്ന് പിന്നീട് പറയരുത്. ബാബ സർവ ഡയറക്ഷനും നൽകുന്നു. തെറ്റിനെ ഉടൻ പറയേണ്ടതാണ്. സാരമില്ല, വീണ്ടും ചെയ്യരുത്. ഇതിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. സ്നേഹത്തോടെ മനസ്സിലാക്കിച്ചു തരികയാണ്. ബാബയോട് പറയുന്നതിൽ മംഗളമാണുള്ളത്. ബാബ വാത്സല്യം നൽകി സ്നേഹത്തോടെ മനസ്സിലാക്കിക്കും. ഇല്ലെങ്കിൽ ഹൃദയത്തിൽ നിന്നും പൂർണ്ണമായും വീണു പോകുന്നു. ഈ ഒന്നിൻ്റെ ഹൃദയത്തിൽ നിന്നും വീണു എങ്കിൽ ശിവ് ബാബയുടെ ഹൃദയത്തിൽ നിന്നും വീണു. നമുക്ക് ഡയറക്റ്റായി എടുക്കുവാൻ സാധിക്കും എന്നല്ല. ഒന്നും തന്നെ നടക്കുകയില്ല. എത്ര മനസ്സിലാക്കിച്ചു തരുന്നു. ബാബയെ ഓർമ്മിക്കൂ. തൻ്റെ ബുദ്ധി പുറത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു. ഈ എല്ലാ കാര്യങ്ങളും ബാബ ഡയറക്റ്റായി ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. പിന്നീട് അതിൻ്റെ ശാസ്ത്രങ്ങൾ ഉണ്ടാകുന്നു. ഇതിൽ ഗീത തന്നെയാണ് ഭാരതത്തിൻ്റെ സർവോത്തമ ശാസ്ത്രം. സർവശാസ്ത്രമയി ശിരോമണി ഗീത എന്ന് പാടപ്പെട്ടിട്ടുമുണ്ട്. അത് ഭഗവാൻ പാടിയതാണ്. ബാക്കി എല്ലാ ധർമ്മങ്ങളും പിന്നീടാണ് വരുന്നത്. ഗീത മാതാവും പിതാവുമായി, ബാക്കിയെല്ലാം കുട്ടികളായി. ഗീതയിൽ തന്നെയാണ് ഭഗവാൻ വാച്ച ഉള്ളത്. കൃഷ്ണനെ ആണെങ്കിൽ ദൈവിക സമ്പ്രദായം എന്ന് പറയും. ദേവതമാർ കേവലം ബ്രഹ്മ വിഷ്ണു ശങ്കറാണ്. ഭഗവാൻ ദേവതമാരേക്കാൾ ഉയർന്നവനായി. ബ്രഹ്മ വിഷ്ണു ശങ്കർ 3 പേരെയും രചിക്കുന്നവൻ ശിവനാണ്. തീർത്തും ക്ലിയറാണ്. ബ്രഹ്മാവിലൂടെ സ്ഥാപന, കൃഷ്ണനിലൂടെ സ്ഥാപന എന്ന് ഒരിക്കലും പറയുന്നില്ല. ബ്രഹ്മാവിൻ്റെ രൂപം കാണിച്ചിട്ടുണ്ട്. എന്തിൻ്റെ സ്ഥാപന? വിഷ്ണുപുരിയുടെ. ഈ ചിത്രം ഹൃദയത്തിൽ പതിയണം. നമ്മൾ ശിവ് ബാബയിൽ നിന്നും ഇദ്ദേഹത്തിലൂടെ സമ്പത്ത് നേടുന്നു. ബാബയില്ലാതെ ദാദയിൽ നിന്നും സമ്പത്ത് ലഭിക്കുക സാധ്യമല്ല. ആരെയെങ്കിലും കണ്ടുമുട്ടുന്നുവെങ്കിൽ ഇത് പറയൂ. ബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ലക്ഷ്യം വളരെ ഉയർന്നതാണ്. അതിനാൽ ഓരോ ചുവടിലും സർജനിൽ നിന്നും നിർദ്ദേശം എടുക്കണം. ശ്രീമത്ത് അനുസരിച്ച് നടക്കുന്നതിൽ തന്നെയാണ് നേട്ടമുള്ളത്. ബാബയിൽ നിന്നും യാതൊന്നും ഒളിപ്പിക്കരുത്. ദേഹത്തിൽ നിന്നും ദേഹധാരികളിൽ നിന്നും ബുദ്ധിയുടെ യോഗം മാറ്റി ഒരു ബാബയുമായി യോജിപ്പിക്കണം. കർമ്മം ചെയ്യുമ്പോഴും ഒരു ബാബയുടെ ഓർമ്മയിൽ ഇരിക്കുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യണം. വരദാനം: സദാ ഏകരസവും സമ്പന്നവുമായ മൂഡിൽ ഇരിക്കുന്ന പുരുഷാർത്ഥിയിൽ നിന്നും പ്രാപ്തി സ്വരൂപമായി ഭവിക്കട്ടെ.
ബാബ്ദാദ വതനത്തിൽ നിന്നും കാണുന്നുണ്ട്. പല കുട്ടികളുടെയും മൂഡ് വളരെയധികം മാറുന്നു. ചിലപ്പോൾ ആശ്ചര്യത്തിൻ്റെ മൂഡ്, ചിലപ്പോൾ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ മൂഡ്, ചിലപ്പോൾ കൺഫ്യൂഷൻ്റെ മൂഡ്, ചിലപ്പോൾ ടെൻഷൻ, ചിലപ്പോൾ അറ്റൻഷൻ്റെ ഊഞ്ഞാൽ. എന്നാൽ സംഗമയുഗം പ്രാപ്തിയുടെ യുഗമാണല്ലോ, പുരുഷാർത്ഥിയുടേതല്ല. അതിനാൽ എന്താണോ ബാബയുടെ ഗുണങ്ങൾ അതുതന്നെയാണ് കുട്ടികളുടേത്. എന്താണോ ബാബയുടെ സ്റ്റേജ് അതുതന്നെയാണ് കുട്ടികളുടേത്. ഇതുതന്നെയാണ് സംഗമയുഗത്തിൻ്റെ പ്രാപ്തി. അപ്പോൾ സദാ ഏകരസവും ഒരേ ഒരു സമ്പന്ന മൂഡിലും, അതായത് മനോനിലയിലും ഇരിക്കൂ. അപ്പോൾ ബാബയ്ക്ക് സമാനം, അതായത് പ്രാപ്തി സ്വരൂപമുള്ളവർ എന്ന് പറയും. സ്ലോഗൻ: ബാബ്ദാദയുടെ കൈകളിൽ ബുദ്ധിയാകുന്ന കൈ കോർത്താൽ പരീക്ഷകളാകുന്ന സാഗരത്തിൽ കുലുങ്ങുകയില്ല. അവ്യക്ത സൂചന: നിശ്ചയത്തിൻ്റെ ഫൗണ്ടേഷൻ ശക്തമാക്കി സദാ നിർഭയവും നിശ്ചിന്തവുമായിരിക്കൂ. ഫെയ്ത്ത്ഫുൾ ആയിരിക്കുന്നതിൻ്റെ ആദ്യത്തെ അടയാളമാണ് ഓരോ സെക്കൻഡിലും ഓരോ ചുവടിലും ശ്രീമത് അനുസരിച്ച് ആക്യുറേറ്റായി നടക്കണം. ആക്യുറേറ്റ് മൂർത്തി എന്നാൽ ചുറ്റിക ഏൽക്കുക എന്നർത്ഥം. ചുറ്റിക കൊണ്ട് തന്നെയാണ് അതിനെ അടിച്ചടിച്ച് ശരിയാക്കിയെടുക്കുന്നത്. നിങ്ങളാണെങ്കിൽ ചുറ്റിക ഏൽക്കുന്നതിൻ്റെ അനുഭവികൾ ആയിക്കഴിഞ്ഞു. നത്തിങ് ന്യൂ, കളിയായി തോന്നുന്നുവല്ലോ. കണ്ടുകൊണ്ടിരിക്കുന്നു, പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നു, ആശീർവാദങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ഹീറോ ആക്ടർ എന്നാൽ ആക്യുറേറ്റായി പാർട്ട് അഭിനയിക്കുന്ന നിശ്ചയബുദ്ധിയും നിശ്ചിന്തവുമായ ആത്മാവ്. നോട്ട്: ഇന്ന് നമ്മളേവരുടെയും അതിപ്രിയപ്പെട്ട ബാബ്ദാദയുടെ നയനങ്ങളിലെ പ്രകാശമായ തൻ്റെ ഹൃദയസിംഹാസനത്തിൽ ബാബ്ദാദയെ ഇരുത്തുന്ന മധുരമായ ദാദി ഗുൽസാർജിയുടെ പുണ്യ സ്മൃതി ദിവസത്തിൽ നമ്മളെല്ലാ ബ്രാഹ്മണ കുലഭൂഷണരായ സഹോദരീ സഹോദരന്മാരും ദാദിയിലൂടെ പ്രിയപ്പെട്ട അവ്യക്ത ബാബ്ദാദയുടെ ഏതൊരു പാലന ലഭിച്ചുവോ ആ പാലനയുടെ റിട്ടേൺ നൽകുന്നതിനായി ശുഭസങ്കല്പം എടുക്കണം. ഏതുപോലെ ദാദിജി ഓരോ ചുവടും ശ്രീമത്തിലൂടെ ആക്യുറേറ്റായി നടന്ന് സദാ തൻ്റെ പുഞ്ചിരിക്കുന്ന മുഖത്തിലൂടെ സർവർക്കും ആശീർവാദങ്ങൾ നൽകി ആശീർവാദങ്ങൾ നേടി ആക്യുറേറ്റായി പാർട്ട് അഭിനയിച്ചു. അതുപോലെ നമ്മളേവരും ദാദിയുടെ പാത പിന്തുടർന്ന് ദാദിക്ക് തൻ്റെ സ്നേഹപുഷ്പങ്ങൾ അർപ്പിക്കണം. ഇതുതന്നെയാണ് ദാദിയെ പ്രതിയുള്ള സത്യമായ ശ്രദ്ധാഞ്ജലി. ഓം ശാന്തി. പ്രകാശ ബിന്ദു സ്വരൂപമായ ഞാൻ ആത്മാവ് പുരിക മധ്യത്തിൽ ഭൃഗുടിയിൽ വിരാജിക്കുന്നു. എന്നിൽ നിന്നും നാനാഭാഗത്തേക്കും വർണ്ണാഭമായ പ്രകാശം വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു. ബുദ്ധിയിൽ തൻ്റെ ഈ അതിസൂക്ഷ്മ ആത്മസ്വരൂപത്തെ കാണൂ. അല്പസമയം ആ സ്വരൂപത്തിൽ തന്നെ മനസ്സിനെയും ബുദ്ധിയെയും ഏകാഗ്രമാക്കൂ. പിന്നെ മനസ്സിൽ
ഈ സങ്കല്പം രചിക്കൂ. ആത്മാവായ ഞാൻ സൂക്ഷ്മ പ്രകാശ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഈ സ്വരൂപത്തെ കാണുകയും മനസ്സിനെയും ബുദ്ധിയെയും ഈ സ്വരൂപത്തിൽ സ്ഥിരമാക്കുകയും ചെയ്യൂ. ചിന്തിക്കൂ. സൂക്ഷ്മ ശരീരധാരിയായ ഞാൻ ആത്മാവ് സൂക്ഷ്മ ശരീരസഹിതം സ്ഥൂല ദേഹത്തു നിന്നും വേർപെട്ട് സൂക്ഷ്മ ലോകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു സമയം ഇതിൽ ഏകാഗ്രമാക്കൂ. വീണ്ടും സങ്കല്പം രചിക്കൂ. ഞാൻ സമ്പൂർണ്ണ ഫരിഷ്തയാണ്. ഫരിഷ്തയായ ഞാൻ സൂക്ഷ്മലോകത്തിൽ ബാപ് ദാദയുടെ സമക്ഷം ഉപസ്ഥിതനാണ്. ഇപ്രകാരം സൂക്ഷ്മലോകത്തിൽ സൂക്ഷ്മ ശരീരധാരിയായി അവ്യക്ത ബാപ് ദാദയുടെ മുന്നിലിരിക്കുന്നതായി സ്പഷ്ടമായി കാണുകയും അനുഭവിക്കുകയും ചെയ്യൂ. ബാപ് ദാദയുടെ ഭൃഗുടിയിൽ നിന്നും അതീവ സുന്ദരവും തേജസ്വിയുമായ പ്രകാശകിരണങ്ങൾ എന്നിൽ പതിഞ്ഞുകൊണ്ടിരിക്കുന്നു. അല്പസമയം ഈ സ്ഥിതിയിൽ ഏകാഗ്രമാകുന്നതിൽ പ്രയത്നിച്ചുകൊണ്ടിരിക്കൂ. വീണ്ടും സങ്കൽപ്പിക്കൂ. ആത്മാവായ ഞാൻ എൻ്റെ സൂക്ഷ്മ ശരീരത്തെ സൂക്ഷ്മലോകത്ത് സ്ഥിതി ചെയ്യിച്ചുകൊണ്ട് പരമധാമത്തിലേക്ക് ഒരു പ്രകാശബിന്ദുവായി സഞ്ചരിക്കുന്നു. ബുദ്ധി കൊണ്ട് ആ ദൃശ്യം കാണുന്നതിന് ശ്രമിക്കൂ. സർവത്ര സ്വർണ്ണ ചുവപ്പ് ദിവ്യപ്രകാശം നിറഞ്ഞ ഈ പരമധാമത്തിൽ ജ്ഞാനസൂര്യനായ ശിവ് ബാബയുടെ സമീപം സ്ഥിതി ചെയ്യുന്നതായി വിഭാവന ചെയ്യൂ. ജ്ഞാനസൂര്യനായ ശിവ് ബാബയുടെ അനന്ത ശക്തികളുടെയും ഗുണങ്ങളുടെയും തേജസ്വി കിരണങ്ങൾ എന്നിൽ പതിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സ്ഥിതിയിൽ ശിവ് ബാബയുടെ കിരണങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മനസ്സിനെയും ബുദ്ധിയെയും സ്ഥിരമാക്കൂ. വീണ്ടും മുന്നിൽ ഈ ദൃശ്യം കൊണ്ടുവരൂ. ജ്ഞാനസൂര്യനായ ശിവ് ബാബയുടെ അരികിൽ നിന്നും ഞാൻ താഴേക്ക് വരികയാണ്. സൂക്ഷ്മലോകത്തിൽ വന്ന് എൻ്റെ സമ്പൂർണ്ണ അവ്യക്ത ഫരിഷ്ത രൂപത്തിൽ ഞാൻ പ്രവേശിക്കുന്നു. പിന്നെ സൂക്ഷ്മ ശരീരസഹിതം താഴേക്ക് സ്ഥൂല ദേഹത്തിലേക്ക് പ്രവേശിക്കുന്നു.